നമസ്കാരം. താൻ സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കൂലി വർക്കർ മെയിൻ എക്സാംസിൻ്റെതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. കാറ്റഗറി നമ്പർ 493/2002 മെയിൻ എക്സാംസിൻ്റെ എക്സാം നടന്നിട്ടുള്ളതിൻ്റെ പ്രൊഫഷണൽ ആൻസറൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോൾ എന്ന് പറയുന്നത് 61/2024. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാ എക്സാംസിനും അത് യൂസ്ഫുൾ ആയിരിക്കും. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻസിൽ റെഗുലേറ്റിംഗ് ആക്ട്, റൗലറ്റ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട്. ആൻസർ ഏതാണ്? റൗലറ്റ് ആക്ട്. ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. ഇനി ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് അറിയാം അല്ലേ? 1919 ഏപ്രിൽ 13 നടക്കുന്നത്. ഇനി അടുത്തത്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യന്ത ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യന്ത ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാഹോർ സമ്മേളനം. ഇനി ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ഏതാണ്? ഓപ്ഷൻസിൽ ഡൽഹൌസി പ്രഭു, കോൺവാലിസ് പ്രഭു, വെല്ലസ്ലി പ്രഭു, കഴ്സൺ പ്രഭു. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കഴ്സൺ പ്രഭു. ഏതാണ്? കഴ്സൺ പ്രഭു. ഓപ്ഷൻ ഡി. കഴ്സൺ പ്രഭു എന്ന ഡേറ്റ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് എന്നായിരുന്നു? 1905 ജൂലൈ 20. 1905 ജൂലൈ 20 അന്നാണ് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയത്. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്, അരുണ അസഫ് അലി, സരോജിനി നായിഡു, മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സരോജിനി നായിഡു. ഓപ്ഷൻ സി സരോജിനി നായിഡു ആണ്. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻസിൽ ഭരണഘടനാപരമായ പ്രതിപത്തിക്കുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അവകാശമാണ്. ഏതാണത്? 19 അല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഏതാണ്? ഭരണഘടനാപരമായ പ്രതിപത്തിക്കുള്ള അവകാശം എത്രയായിരുന്നു? 32 അല്ലേ? ചൂഷണത്തിനെതിരായ അവകാശം എത്രയാണ് വരിക? 23, 24 വരിക. 23, 24 എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള അവകാശം എത്രയാണ്? 19. അത് നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഇതിൽ ഭരണഘടനാപരമായ പ്രതിപത്തിക്കുള്ള അവകാശം എത്രയാണ് വരിക? 32 ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. 32 നോക്കുക. നെക്സ്റ്റ് വരുന്നത്, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 44ാം ഭേദഗതി. ഓപ്ഷൻ ഡി ആണ്, 44ാം ഭേദഗതിയിലൂടെയാണ് നീക്കം ചെയ്തത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നായിരിക്കണം? ഓപ്ഷൻസ് അമേരിക്ക, ഫ്രാൻസ്, കാനഡ, സോവിയറ്റ് യൂണിയൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ അമേരിക്കയാണ്.
മൗലിക അവകാശങ്ങൾ അമേരിക്ക. മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ്? അമേരിക്ക. മൗലിക അവകാശങ്ങൾ അമേരിക്ക. അപ്പോൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്നതില്ല, ഭരണഘടന അണിക്കൽ എന്നൊക്കെ പറയുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അറിയാമല്ലോ അല്ല? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നായിരിക്കും പറയുന്നത്? അമേരിക്ക. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ്. ഇനിയുള്ളത് അടുത്തത്, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻസിൽ രാജമന്നാർ കമ്മിറ്റി, പുഞ്ചി കമ്മിറ്റി, മൽഹോത്ര കമ്മിറ്റി, സൊറൻ സിംഗ് കമ്മിറ്റി. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് സൊറൻ സിംഗ് കമ്മിറ്റി. ഓപ്ഷൻ ഡി സൊറൻ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏത്? സൊറൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. സൊറൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം വരുന്നത്, മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അല്ലേ? കമ്മിറ്റി ശുപാർശ വന്നത് സൊറൻ സിംഗ് കമ്മിറ്റി നമ്മുടെ ആൻസറായി. ഇനി മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 51A. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അനുച്ഛേദം 51A കൂടി ഈ മൗലിക കടമകൾ ഓർക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് പോവുക കേട്ടോ. സൊറൻ സിംഗ് കമ്മിറ്റി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സൊറൻ സിംഗ് കമ്മിറ്റി. ഓക്കെയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞെന്തായിരുന്നു? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതായിരുന്നു? അനുച്ഛേദം 51A. അനുച്ഛേദം 51A. ഈ മൗലിക കടമകൾ കാണുമ്പോൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആരാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രാഷ്ട്രപതി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ്, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ തൃശ്ശൂരാണ്. ഓപ്ഷൻ എ തൃശ്ശൂരാണ് ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. ഐക്യ കേരള കൺവെൻഷൻ 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂർ. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നു. ഇനി ഈ കൺവെൻഷൻ നടന്ന സ്ഥലം 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? കെ കേളപ്പൻ. അതൊരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കെ കേളപ്പനെയും കൂടി ഓർത്തിരിക്കുക. ഈ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷനാരായിരുന്നു? കെ കേളപ്പൻ. കേള ഐക്യ കേരളത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? കേളപ്പൻ അല്ലേ? തൃശ്ശൂർ ഐക്യ കേരള. ഓക്കെ. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ വെച്ചായിരുന്നു? തൃശ്ശൂരായിരുന്നു. ഇനി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻസിൽ ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ആയുധത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആയുധത്തിന് എതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഓപ്ഷൻസിൽ മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം, കുറിച്യ കലാപം, മുണ്ട കലാപം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. ഇതാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ഇനി 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. 1917 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻസ് ഗൗരി പാർവതി ഭായി, മാർത്താണ്ഡവർമ്മ, ശ്രീമൂലം തിരുനാൾ, ഗൗരി ലക്ഷ്മി ഭായ്. 1917 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്?
ആൻസർ ഗൗരി പാർവതി ഭായ് അല്ലേ. പ്രാഥമിക വിദ്യാഭ്യാസം ഗൗരി പാർവതി ഭായ് ആണ്. അടുത്തത് G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് വരുന്നത് G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ആൻസർ ഇതാ വരിക ഓപ്ഷൻ സി ആണ്. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് വരുന്നത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി കണ്ണൂരാണ് ആൻസർ. നെക്സ്റ്റ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻസിൽ ആരൊക്കെയുണ്ട്? ഫസൽ അലി, പോട്ടി ശ്രീരാമുലു, KM പണിക്കർ, HN കുൻസുറു. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആയ പോട്ടി ശ്രീരാമുലു ആണ് അതിനകത്ത് അല്ലേ. ഓക്കെ, പോട്ടി ശ്രീരാമുലു അറിയാമല്ലോ. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻസ് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. ഏതൊക്കെയാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം എന്നിവയാണ്. അടുത്തത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവ. അടുത്തത് ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്. സോവിയറ്റ് യൂണിയനാണ് ദേശീയ ആസൂത്രണം. ഓർത്തിരിക്കുക. ഇനി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ്. കാലുകൊണ്ട് ജിലുമോൾ മാരിയറ്റ് തോമസ്. അടുത്തത് 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഈ രാജ്യത്തെ ടീമിനെയാണ്? 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻസിൽ ഓസ്ട്രേലിയ, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്രീലങ്ക. ഇനി വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? ഓപ്ഷൻസ് 5ാം സ്ഥാനം, 6ാം സ്ഥാനം, 7ാം സ്ഥാനം, 8ാം സ്ഥാനം. ആൻസർ ഇതാണ് വരിക. ഓപ്ഷൻ സി ആണ് 7ാം സ്ഥാനം. ഇനിയുള്ളത് കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരേതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി സജി ചെറിയാൻ. അടുത്തത് കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസിൽ ആറളം, ചിന്നാർ, മുത്തങ്ങ, പേപ്പാറ. ആൻസർ ഏതാണ് വരിക? മുത്തങ്ങ വന്യജീവി സങ്കേതം. നെക്സ്റ്റ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? 19
19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻസ് ചൈന, ശ്രീലങ്ക, ജപ്പാൻ, ഇന്ത്യ എന്നിവയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ചൈനയാണ്. ഓപ്ഷൻ എ ചൈനയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തരമഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര ഏതാണ്? ഉത്തരമഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. അതാണ് ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഇനി കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? ആൻസർ എത്ര വരുന്നത്? 9. കടൽത്തീരമുള്ള 9 ജില്ല. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഏതാണത്? ആൻസർ ഡെക്കാൻ പീഠഭൂമി. ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഏറ്റവും വലുത് ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴ്ന്നിട്ടുള്ളത് ഏതാണ്? സിയാച്ചിൻ, ഇന്ദിരാ കോൾ, ഇന്ദിരാ പോയിന്റ്, റാൻ ഓഫ് കച്ച്. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്, ഇന്ദിരാ പോയിന്റ്. തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. ഇനി നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? വേമ്പനാട്ടുകായൽ, അഷ്ടമുടി കായൽ, പുന്നമട കായൽ, ശാസ്താംകോട്ട കായൽ. ഏതിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന എവിടെയാണ്? ആൻസർ പുന്നമടക്കായൽ. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. ഗ്രാമപഞ്ചായത്ത് 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് മണികുമാർ, എസ് വി ഭട്ടി, എ ജെ ദേശായി, ഡി വൈ ചന്ദ്രചൂഡ്. ആൻസർ ഓപ്ഷൻ സി, എ ജെ ദേശായി. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോർട്ടിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? എ ജെ ദേശായി. നെക്സ്റ്റ്, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം, സൈലൻറ്റ് വാലി, മതികെട്ടൻ ചോല, ആനമുടിച്ചോല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, സൈലൻറ്റ് വാലി. പാലക്കാട് ജില്ല ഓർക്കുമ്പോൾ സൈലൻറ്റ് വാലി ഓർക്കുക. ബാക്കി കൂടി ഓപ്ഷൻസിൽ ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കണം. സൈലൻറ്റ് വാലി. ഓക്കെ. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത പ്രദേശമായ, ഇനി പാലക്കാട് ജില്ലയിലാണ് ഇത് കാണുന്നത് അല്ലേ? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. സോ ദാറ്റ് ഇസ് സൈലൻറ്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപ്പുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപ്പുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ, മേഘാലയ. സംസ്ഥാനം ഏതാണ്? മേഘാലയ. സംസ്ഥാനം ഏതാണ്? മേഘാലയ. ചിറാപ്പുഞ്ചി, മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? വർഷം ഏതാണ്? 1973. സന്തോഷ് ട്രോഫി 73ലാണ്. സന്തോഷ് ട്രോഫി 73ലാണ് സന്തോഷ് ട്രോഫി നേടുന്നത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി 73ലാണ്. 1973
1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുന്നത്. ഇനി ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻസ് വായിക്കാം. വെങ്കയ്യ നായിഡു, ജഗദീപ് ധൻകർ, ദ്രൗപദി മുർമു, രാംനാഥ് കോവിന്ദ്. ചോദ്യം എന്താണ്? ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ കേട്ടോ. ജഗദീപ് ധൻകർ 14 ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? 3യിലൂടെ വിക്ഷേപിച്ചത് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസിൽ ലാൻഡർ, റോവർ, ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ആൻസർ ഏതാണ് വരിക? ഓർബിറ്ററാണ് അല്ലാത്തത്. ഇനിയുള്ളത്, താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിൻ്റെ ചിത്രം ഏതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ, ഭാരതമാത, സതി, ഗ്രാമീണ ജീവിതം. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്, ഗ്രാമീണ ജീവിതം. അമിത ഷേർഗിലിൻ്റെത് ഗ്രാമീണ ജീവിതം. അടുത്തത്, ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ചരക്കു സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി വരുന്നുണ്ടല്ലേ, ബി, ജൂലൈ 1, 2017. ജൂലൈ 1, 2017 GST. ഇനി ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻസിൽ രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, പ്രേംചന്ദ്, സുബ്രഹ്മണ്യ ഭാരതി എന്നിവരുണ്ട്. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്, പ്രേംചന്ദ്. ഗോദാൻ പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസിൽ ഏഷ്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഏഷ്യ. ഇനി 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ദ്രൻസ്, രൺവീർ സിംഗ്, സൂര്യ, അല്ലു അർജുൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അല്ലു അർജുൻ. 69ാമത് ഇതാണ് വരുന്നത് മികച്ച നടൻ. 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ആരായിരുന്നു? അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? ഏതാണ് വരിക? കാലം സാക്ഷി. ഇനി 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഏതായിരുന്നു ആതിഥേയത്വം വഹിച്ച രാജ്യം? ആൻസർ ഏതാണ്? ഇന്ത്യയാണ്. കാലം സാക്ഷി ഉമ്മൻചാണ്ടിയുടേതാണ്. 71ാമത് മിസ് വേൾഡ് ഇതിലാണ് ആതിഥേയത്വം വഹിച്ചത്, ഇന്ത്യയാണ്. ഇനി രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്, ഗുജറാത്ത്, ബംഗാൾ, ബീഹാർ. ആൻസർ എന്താ വരിക? ഹൈദരാബാദിലാണ്. ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇനിയുള്ളത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഒരു ഫസ്റ്റ് റോയിൽ ഒളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം എന്നിവയുണ്ടല്ലേ. ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ശരി. അടുത്തത്, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? പയറാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്ത രോഗത്തിൻ്റെ ലക്ഷണമാണ്? കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്ത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഏതാണ്? കണരോഗം അല്ലേ. കാലും കീലുകൾക്ക് വളയുന്നത് കണാരോഗം. വൈറ്റമിൻ ഡി വരും അവിടെ. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻസ്: കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്, തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്, സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്, 2 മാത്രം ശരി. വനം വകുപ്പിന് കീഴിൽ
കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? വനംവകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ആൻസർ ഏതാണ്? മലപ്പുറം ജില്ല. ഏതാണ്? മുതിയം കടൽ തീരം മലപ്പുറം ജില്ലയാണ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അല്ലേ? ചെറുധാന്യങ്ങൾ മില്ലറ്റ് വർഷം ഏതാണ്? 23 അല്ലേ? മില്ലറ്റ് 23 വർഷം. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻസിൽ ആർദ്രം, ഗ്രാമീണം, ആശ്വാസകിരണം ഇവയൊന്നും അല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആർദ്രം പദ്ധതി. ഏതാണ്? ആർദ്രം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതാണ് ആർദ്രം പദ്ധതി. നെക്സ്റ്റ് വരുന്നത് മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ മാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, സിലിണ്ടറിക്കൽ ലെൻസ്, ഡബിൾ കോൺകേവ് ലെൻസ് ഏതാണ് വരിക? ഇനി ആൻസർ ഓപ്ഷൻ എ ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. ഇനിയുള്ളത് ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജയൻറ്റ് വീലിൻ്റെ ചലനം. ഓപ്ഷൻ ഡി ആണ്. ജയൻറ്റ് വീലിൻ്റെ ചലനം. ദോലനം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതാണ് ദോലന ചലനം. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതാണ്. നെക്സ്റ്റ് കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? മെന്റലീവിയം, ടൈറ്റാനിയം, റുദർഫോർഡിയം, ക്യൂറിയം ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? അല്ലേ? ടൈറ്റാനിയമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. അടുത്തത് ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഓപ്ഷൻസിൽ വരുന്നത് കണികകളുടെ ഊർജ്ജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികകളുടെ ചലനം കുറയുന്നു. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരി. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഏതാണ് വരിക? ജപ്പാൻ. ജപ്പാൻ. ഓക്കെ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ പോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ ഇതിലാരാണ് ഒറ്റപ്പെടുക എന്ന് തോന്നുന്നത്? ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്. നിപ്പ വൈറസിൻ്റെ പ്രകൃത്യായുള്ള വാഹക ജീവി ഏതാണ്? നിപ്പ വൈറസിൻ്റെ പ്രകൃത്യായുള്ള വാഹക ജീവി ഏതാണ്? ആൻസർ ഇതാ വരിക? വവ്വാൽ. പ്രകൃത്യായുള്ളത് വവ്വാൽ. ഇനി ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഡയബറ്റീസ് മെലിറ്റസ്. അടുത്തത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഇരുമ്പാണ്.
ഇനി അടുത്തത്, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ആൻസർ എ, ഓപ്ഷൻ എ ആണ് സ്ഫിഗ്മോ മാനോമീറ്റർ. BP, സ്ഫിഗ്മോ മാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? ആർത്രോസ്ക്ലെറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം, പ്രമേഹം. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് പ്രമേഹം. ഓപ്ഷൻ ഡി പ്രമേഹം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റ്. ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് WIFS. WIFS. ഇനി കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാലമിത്ര. ഓപ്ഷൻ ഡി ബാലമിത്ര. ഓപ്ഷൻ ഡി ബാലമിത്രയാണ്. ഓപ്ഷൻ ഡി ബാലമിത്ര. കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ബാലമിത്ര. കുട്ടികളിലാണ് ബാലമിത്ര. അടുത്തത്, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ല? ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, സിറിഞ്ച് സൂചി എന്നിവയിലൂടെ. ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ലാത്തത്? ആൻസർ ഏത് വരുന്നുണ്ട്? ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ അല്ല എന്നുള്ളതാണ്. ഇനി സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? സിയാച്ചിൻ എന്താണ്? ഉയർന്ന സ്ഥലമല്ലേ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ, ശ്രീജ രാജ്, ക്യാപ്റ്റൻ ആലീസ് കർ, വിനയ സിംഗ്. ആൻസർ ആരാണ്? ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ ഗീതിക കൗർ. സിയാച്ചിനിൽ ഗീതിക കൗർ, ക്യാപ്റ്റൻ ഗീതിക കൗർ. സിയാച്ചിനിൽ ഗീതിക കൗർ. നെക്സ്റ്റ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? ഡൽഹി, കൊൽക്കത്ത, കൊച്ചി, ചെന്നൈ. ഏത് നഗരമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത നഗരം. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് തുടങ്ങനാട്. ഓപ്ഷൻ ഡി തുടങ്ങനാട്, ട്രിവാൻഡ്രം. നെക്സ്റ്റ് വൺ, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? എത്രയാണ്? 28%. മണിപ്പാളിൽ 28%. ഓൺലൈൻ ഗെയിം 28% ആണ് നികുതിയുള്ളത്. നെക്സ്റ്റ് വരുന്നത് 3030 / 15 + 15 എത്ര വരുന്നു? ആൻസർ 81. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 217. രണ്ട് സംഖ്യകളിൽ ലസാഗു 108ഉം ലസാഗു 18ഉം സംഖ്യകളിലാണ് 54 ആയാൽ മറ്റേ സംഖ്യ ഏതാണ്? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് 36. നെക്സ്റ്റ്, ചെറുത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 8/13. 84 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 85 ആൻസർ വരുന്നത്
ഓപ്ഷൻ ഡി ആണ്. 86 ഓപ്ഷൻ എ ആണ്. 87 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിന് വാങ്ങിയ വില എത്രയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂർ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1 മണിക്കൂർ 50 മിനിറ്റ്. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ്. അടുത്തത് റൂട്ട് ഓഫ് 32 49 ഈക്വൽ ടു 57 ആണ് എങ്കിൽ ബാക്കി എത്രയാണ്? ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭ ശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 25. ഓപ്ഷൻ സി 25. ഓപ്ഷൻ സി 25. 91ൻ്റെ ആൻസർ വരുന്നത് 91 ക്വസ്റ്റ്യൻ നോക്കുക. 91ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 92ൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്? 92 ആൻസർ ഓപ്ഷൻ ബി ആണ്. 93 എന്ന് പറയുമ്പോൾ 93 ആൻസർ ഓപ്ഷൻ സി. സമാനമല്ലാത്തത് ഏതാണ്? 94ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 95ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 96 കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്നുള്ള ചോദ്യമാണ്. 96 വരുന്നത് ഓപ്ഷൻ സി ആണ്. നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു. അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴുള്ള പ്രായം എത്രയാണ്? 97ൻ്റെ ആൻസർ ഓപ്ഷൻ സി തന്നെ. 98 ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 99ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 100ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇതിൽ എത്ര പേര് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുള്ളത് ആൻസർ ചെയ്തിട്ടുള്ളത് അല്ലേ? GS പോലുള്ള എക്സാമിൻ്റെ മെയിൻ എക്സാം ആയിരുന്നു. ഓക്കെ, എത്ര പേര് ഇത് എടുത്തിട്ട് നമുക്ക് നോക്കി ഒന്ന് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിക്കാം ഇതെടുക്കുമ്പോൾ. ഇപ്പോൾ വരുന്ന കറണ്ട് അഫെയർസിൽ കുറച്ച് ഇട്ട് മിക്കതും ഒരു 3-4 കറണ്ട് അഫെയർസ്ക്ക് ഒന്ന് ഞാൻ ഇട്ടത് തന്നെ പ്രധാനപ്പെട്ടാന്ന് പറഞ്ഞ് എഴുതിയെടുത്തുന്ന ആ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? നമ്മളിടുന്ന ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഭാഗ്യം പോലെ നമ്മൾ വായിക്കുന്ന പോലെ കിട്ടും അത്. ഓക്കെ, PSC ബുള്ളറ്റിൽ നിന്നാണ് കറണ്ട് അഫെയർസ് നോക്കി വിടുന്നത് ഞാൻ. എനിക്ക് കിട്ടുന്നത് അതാണ്. അതുകൊണ്ടാണ് പണ്ട് മുതലേ വായിക്കുന്നത് അത് തന്നെയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.